പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുതിയ ദിവസം പുതിയ വചനവുമായി, അതായത് അടുത്ത വചനമാണ് നാം പഠിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ വലിയ കൃപ, സമാധാനം ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ കേട്ടോ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം പഠിക്കുന്നത് വിശുദ്ധ പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 4-ാം അധ്യായം 2-ാമത്തെ വചനമാണ്. ഇന്നലെ 1-ാമത്തെ വചനം നാം പഠിച്ചു. അത് ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നമുക്കുണ്ടായിരിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്കും ഒക്കെ ഉണ്ടായിരിക്കട്ടെ. ആരുടെ മനോഭാവമാണ്? ഈശോയുടെ മനോഭാവം ഉണ്ടാവട്ടെ എന്നാണ് പറഞ്ഞത്. കാരണം ആ പീഡനങ്ങൾ, ആ സഹനങ്ങളൊക്കെ നമ്മെ പാപത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സഹായകരമാണ്, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് പഠിക്കുന്നത് പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 4-ാം അധ്യായം 2-ാമത്തെ വചനമാണ്. The first letter of St. Peter, chapter 4, verse 2. അതിങ്ങനെയാണ് പറയുന്നത്: അവൻ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം, അവൻ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം മാനുഷിക വികാരങ്ങൾക്കടിമപ്പെട്ടല്ല, ദൈവഹിതത്തിനൊത്താണ് ജീവിക്കുന്നത്. അതായത് ആ മനോഭാവത്തിൽ, അതായത് ക്രിസ്തുവിൻ്റെ മനോഭാവത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മെ പാപത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സഹായിക്കുന്നു. ആ ക്രിസ്തു നമ്മുടെ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം ദൈവഹിതത്തിനൊത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ആയിരിക്കണം നാം ജീവിക്കും. ക്രിസ്തുവിൻ്റെ മനോഭാവത്തോടെ ജീവിക്കുമ്പോൾ പാപത്തിൽ നിന്ന് മാറി വിശുദ്ധമായൊരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. They do not live the rest of their earthly lives for the human desires, but rather for the will of God. They do not live the rest of their human or earthly life for the human desires, but rather for the will of God. ദൈവഹിതത്തിനൊത്ത് ജീവിക്കുന്ന മനുഷ്യരായിട്ട് ഞാനും നിങ്ങളുമൊക്കെ മാറും. നമ്മുടെ ആഗ്രഹം അതായിരിക്കണം, ദൈവഹിതത്തിനൊത്ത് ജീവിക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് നിറവേറ്റി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒഴുക്കിൽപ്പെട്ട ഒരു എന്തെങ്കിലും ഒഴുക്കിൽ ഒഴുകി പോകുന്നത് പോലെ ഇങ്ങനെ നാം ജീവിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവഹിതത്തിനൊത്ത് ജീവിക്കുന്ന വ്യക്തിയായിട്ട് നീയും ഞാനും മാറണം. ഇതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും പ്രയാസം വളരെ മനോഹരമായ ഒരു അധ്യായമാണ് ഈ 4-ാം അധ്യായം. ദൈവഹിതത്തിനൊത്ത വ്യക്തിയായി തീരുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനവും കാണാതെ പഠിക്കണം. അപ്പോൾ 1-ാമത്തെ വചനം നാം പഠിച്ചു. ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നമുക്കുണ്ടാവട്ടെ. ആ ക്രിസ്തു നമ്മുടെ ശരീരത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ദൈവഹിതത്തിനൊത്ത് ജീവിക്കുവാനായിട്ട് സാധിക്കും. ആമേൻ.